എന്താണ് സെൽഫ് ലവ്, എന്താണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നുന്ന ഒരു ഇഷ്ടം, ഒരു പ്രണയം, ഇതൊക്കെയാണ് സെൽഫ് ലവ്. നിങ്ങൾക്ക് ഒരുപാട് സമയം കണ്ണാടി നോക്കി ഇരിക്കാനായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത്, അത് ആരുമില്ലാതെ നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് അവർ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രഷൻ വരും, വലിയ സങ്കടം വരും, ആരുടെയെങ്കിലും ഒരു കമ്പനി വേണം. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ ചിലവഴിക്കുന്നു, എൻ്റെ നല്ല നിമിഷങ്ങൾ എന്ന് തോന്നുന്നത് ഒരു സെൽഫ് ലവ് ആണ്. അതുപോലെ നിങ്ങൾ ഒട്ടും മടിയില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം വാങ്ങിക്കഴിക്കുകയോ പാചകം ചെയ്ത് കഴിക്കുകയോ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനൊക്കെ നിങ്ങൾ മറ്റൊരാളെ ഭയക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും പേടിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൽഫ് ലവ് ഇല്ല എന്നാണ് അർത്ഥം. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ മറ്റാരെയും ഭയക്കാതെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ലൈഫിൽ സന്തോഷം ഉണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവുള്ളൂ. അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നുക. അതായത് ഞാൻ വീട്ടിലാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഏറ്റവും മോശം വസ്ത്രം ധരിക്കുന്നത് ആര് കാണാനാണ്, ഞാനല്ലേ കാണുന്നുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെ കണ്ട് നിങ്ങളാണ്, മറ്റൊരാളല്ല. നല്ല വസ്ത്രമിട്ട് നല്ല രീതിയിൽ നിങ്ങളെയാണ് കാണുന്നത്. നിങ്ങൾ മറ്റൊരാൾ കാണുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് കാണുമ്പോൾ മോശം പറയരുതല്ലോ എന്ന് കരുതിയിട്ടല്ല നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കേണ്ടത്, നല്ല രീതിയിൽ അണിഞ്ഞു നടക്കേണ്ടത്, നിങ്ങളുടെ എല്ലാ ക്വാളിറ്റീസും കാണിക്കേണ്ടത്. അത് നിങ്ങളുടെ മുന്നിലാണ് കാണിക്കേണ്ടത്. അതാണ് സെൽഫ് ലവ്, അതാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും വേഗം വളർത്തിക്കോളൂ. ലൈഫിൽ എല്ലാ സക്സസ്സും ഉണ്ടാവും. ലൈഫ് നിങ്ങൾക്കങ്ങ് അടിച്ചു പൊളിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലൈഫിലോട്ട് വന്ന് നിങ്ങൾക്ക് സാധിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലായാലോ, സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്ന് മനസ്സിലായാലോ, ഇനി അതങ്ങ് പതുക്കെ വളർത്തിക്കൊണ്ടുവരും. താങ്ക് യു.